അതിഭീകരമായ മഴയുടെ മുഖമെന്ന് പറയാം ഈ ഒരു കാഴ്ച. മധുവാഹിനി പുഴ എന്നറിയപ്പെടുന്ന മൊഗ്രാൽ പുഴ കരകവിഞ്ഞൊഴുകിയാൽ മധൂർ ക്ഷേത്രത്തിനകത്തും പുഴ ഒഴുകിയെത്തും. വർഷത്തിൽ പലതവണ പ്രകൃതി തന്നെ മധൂർ ശ്രീ സിദ്ധിവിനായക ക്ഷേത്രത്തെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കുന്നു എന്ന് മാത്രം. എനിക്ക് ഈ ശുദ്ധീകരണം ഭയങ്കര ഇഷ്ടാട്ടോ. കാണുന്നവർക്ക് കൗതുകവും എന്നാൽ അവിടെയുള്ളവർക്ക് ഭയാനകവുമായ ഒരു കാഴ്ച. മധുവാഹിനി പുഴ തന്റെ ശാന്തരൂപത്തിലായിരിക്കുമ്പോൾ ഈ അമ്പലം ജനങ്ങളാൽ സമൃദ്ധമാകും. ശിവക്ഷേത്രമായി ആരംഭിച്ചു, എന്നാൽ പിന്നീട് ഗണപതിയുടെ സാന്നിധ്യം കൂടി തിരിച്ചറിഞ്ഞ ശ്രീ മധൂർ സിദ്ധിവിനായക ക്ഷേത്രം. ചുമരിൽ നിന്നും പുറത്തേക്ക് തള്ളി വരുന്ന ഒരു ഗണപതി വിഗ്രഹമായിട്ടാണ് ഇവിടുത്തെ വിഗ്രഹമുള്ളത്. ദിവസങ്ങൾ കഴിയുന്തോറും ഗണപതി വിഗ്രഹത്തിന് വലിപ്പം കൂടി വരുന്നു എന്ന ഒരു രസകരമായ കഥ കൂടിയുണ്ട്. തീരുന്നില്ല ഇവിടുത്തെ വിശേഷങ്ങൾ. ടിപ്പു സുൽത്താൻ പണ്ട് ഈ അമ്പലത്തെ ആക്രമിക്കാൻ വന്നുവെന്നും മനം മാറി പിന്നീട് തിരിച്ചുപോയെന്നും ഒരു കഥ കൂടിയുണ്ട്. വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഇവിടുത്തെ ഉത്സവം അതിമനോഹരമാണ്. വർണ്ണാഭമായ കാഴ്ചകളും അതുപോലെ മൂടപ്പ സേവയും. ഇനി ഇവിടുത്തെ അന്നദാനം അതിഗംഭീരമാണ്. ഭക്ഷണപ്രിയനായ ഗണപതിയെ വയറു നിറയ്ക്കുന്നത് പോലെ ഇവിടെ വരുന്ന ഓരോ ഭക്തരുടെയും മനസ്സും വയറും നിറയ്ക്കാൻ ഇവിടുത്തെ അമ്പല കമ്മിറ്റിക്കാർ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ വിനായക ക്ഷേത്രത്തിലേക്കൊന്ന് പോകണം. എല്ലാ വിഘ്നങ്ങളും ഒഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.